ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പിൽ കയറിയ സമയത്ത് തന്നെ നമ്മളെക്കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം ഷെയർ ചെയ്യുക. ഇൻഫാക്റ്റ് അതിനെ നമ്മുടെ കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യുക എന്ന് പറയും. നമ്മളൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കയറിയ സമയത്ത് തന്നെ ആളുടെ ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് തുറന്ന് കാട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ തുറന്ന് കാട്ടണ്ടേ എന്ന് ചോദിച്ചാൽ യെസ്, ഓപ്പൺ അപ്പ് ആകണം. പക്ഷേ ഇതൊക്കെ ഓരോ ഫേസിലൂടെ നടക്കുന്നത്. ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ ഇവൻച്വലി നമ്മൾ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധത്തിൽ മുമ്പിലോട്ട് നീങ്ങുമ്പോഴാണ് ആ വ്യക്തിയെ മനസ്സിലാക്കിയെടുക്കുന്നത്. ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ഒരു 3.5 മുതൽ 5 വർഷം വരെയെങ്കിലും ആ വ്യക്തിയുടെ കൂടെ നിൽക്കണം. എന്നാലൊരു വ്യക്തി നമ്മൾ ഫുള്ളി മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്നാൽ ചില ആൾക്കാർ പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ കയറാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യും. എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ നടന്നു, എൻ്റെ ലൈഫിൽ ട്രോമ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഓവർ ഷെയർ ചെയ്ത്, അപ്പോൾ ഇവർ തിങ്ക് ചെയ്യുന്നത് കൂടുതൽ എൻ്റെ ഇൻഫർമേഷൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടൊരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് അവർ വിചാരിക്കുന്നത്. പലപ്പോഴും നടക്കാറുമുണ്ട്. പക്ഷെ നമ്മൾ തിങ്ക് ചെയ്യണം, ഏതൊരു പാർട്ട്ണറും കയറിയ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ബേസിക്കലി അതിനകത്ത് അവരുടെ ഒരു പേഴ്സണൽ അജണ്ടയും കൂടെ ഉണ്ട്. നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുക എന്നുള്ളതാണ് അവരവിടെ നോക്കുന്നത്. നമ്മളിത് സൈക്കോളജിക്കലി നോക്കി ഇതൊരു ഹെൽത്തി ആയിട്ടൊരു സിംറ്റം അല്ല. കാര്യം പല കേസിലും നമുക്ക് കാണാൻ പറ്റും, എല്ലാം കൂടെ ആദ്യം കയറി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻച്വലി പിന്നെ ഇമോഷണലി ഷട്ട് ഓഫ് ആകുന്നു, സംസാരിക്കാൻ പിന്നെ ടോപ്പിക്കൊന്നും ഇല്ലാതിരിക്കുക, ഈ ലെവലിലേക്കൊക്കെ പോകും. അതുകൊണ്ട് വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവർ ഷെയർ നമ്മുടെ പാർട്ട്ണർ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെന്തിനത് ചെയ്യുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എനിക്ക് എങ്ങനെ സേഫായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നും കൂടെ നമ്മളോട് അനലൈസ് ചെയ്യേണ്ടതാണ്.